ഓപ്പറേഷൻ തണ്ടർ പ്രകാരമാണ് എക്സൈസ് വിഭാഗം പത്തനംതിട്ട കണ്ണങ്കരയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എക്സൈസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പാക്കറ്റുകളിൽ സൂക്ഷിച്ച അവസ്ഥയിലായിരുന്നു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച് അങ്ങനെയാണ് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ ധാരാളം കെട്ടിടങ്ങൾ അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവർ താമസിക്കുന്ന ഇടം കൂടിയാണ്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇപ്പോൾ എക്സൈസിൻ്റെ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഏതെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നും കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ നാർക്കോട്ടിക് കഞ്ചാവ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുണ്ട്, റൂമുകളുണ്ട്, ക്യാമ്പുകളുണ്ട്. അപ്പോൾ അത് തുടർന്ന് ഇപ്പം പരിശോധിക്കും. സ്ഥിരമായിട്ട് വിവരങ്ങൾ ലഭിക്കാറുണ്ടോ ഇവിടെ ഇങ്ങനെ കച്ചവടമുണ്ടെന്ന്? ഇൻഫർമേഷൻ പലപ്പോഴും ലഭിക്കാറുണ്ട്. അന്നൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് NDPS കേസ് കിട്ടിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ചതിന് കോട്ട ആക്ട് പ്രകാരമുള്ള കേസും ചാർജ് ചെയ്തിട്ടുണ്ട്. പരിശോധന വിശദമായി തന്നെ തുടരുകയാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. നേരത്തെ കഞ്ചാവ് ഉൾപ്പെടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മുറികളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തുന്നത്. കണ്ണങ്കര എന്നുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരിടം കൂടിയാണ്. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഈ കാണുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അത് പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമാണ്. ഉപഭോക്താക്കൾ എന്നുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ്. അപ്പോൾ അവർക്കായിട്ടാണ് ഇവിടെ ഈ സാധനങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തുന്നത് എന്നാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ മിഠായി അങ്ങനെയുള്ള ഡപ്പകളിൽ പോലും അവർ വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം മിഠായിയുടെ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി പലയിടങ്ങളിലും വിൽക്കുന്നു എന്നുള്ള വിവരം എക്സൈസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പഴുതടച്ച ഒരു പരിശോധനയിലേക്ക് എക്സൈസ് വിഭാഗം പോകുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ ഒരു കവർ കാണാം. അത് അവർ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. കണ്ണങ്കര മാത്രമല്ല, നഗരത്തിൻ്റെ മറ്റ് ഇടങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഇടമുണ്ട്. അവിടെയും പരിശോധന നടത്തും എന്നാണ് എക്സൈസ് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ് അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വിശദമായിട്ടുള്ള പരിശോധനയിലേക്കാണ് എക്സൈസ് വിഭാഗം പോയിരിക്കുന്നത്. കണ്ണങ്കരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മുറികളിലേക്കാണ് ഇപ്പോൾ പരിശോധന പോകുന്നത്. നേരത്തെ ഈ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നത്. ഇവിടെ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത്. പല മുറികളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഭാഗത്ത് മുക്കിലും മൂലയിലുമെല്ലാം വിശദമായിട്ടുള്ള പരിശോധന ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. എന്തായാലും പരിശോധന ശക്തമാക്കാനാണ് എക്സൈസ് വിഭാഗത്തിൻ്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.